ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ ഇളയച്ചൻ വന്നിറങ്ങിയിരിക്കുകയാണ്. ഇളയച്ചൻ്റെ ഇംഗ്ലീഷും മംഗ്ലീഷും ഒക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന രവീന്ദ്രനും അച്ചമ്മയും രേവതിയും ശ്രുതിയും ശ്രീകാന്തും വർഷയും ശ്രുതിയും ഒക്കെ ഉണ്ട്. നമ്മുടെ ശ്രുതിക്കാണെ ഭയങ്കര പേടി. ഇങ്ങേരുടെ ഈ വർത്താനമൊക്കെ കേട്ടിട്ട് എപ്പോൾ പൊളിയെന്ന് ചോദിച്ചാൽ മതി, അതുപോലെയുള്ള സംസാരങ്ങളാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ. ഇറച്ചി കച്ചവടക്കാരനല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ഇതൊക്കെയല്ലേ ഉള്ളൂ. ഒരു വിദ്യാഭ്യാസ കുറവിൻ്റെ ഒക്കെ നന്നായിട്ട് സംസാരത്തിൽ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇളയച്ചനാണെങ്കിൽ എല്ലാവർക്കും വന്ന് കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ രേവതി ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി പറഞ്ഞു, നീ എന്താടി നോക്കി നിൽക്കുന്നത്, ആരതി ഇങ്ങോട്ട് എടുത്തേ എന്നും പറഞ്ഞ് ആരതി ഇങ്ങ് മേടിച്ച് അതിങ്ങനെ തീയൊക്കെ കത്തിച്ചു കേട്ടോ. അങ്ങനെ തീ കത്തിച്ചു എന്ന് പറഞ്ഞാൽ തിരി കൊളുത്തിയിട്ട് രേവതിയോടും പറഞ്ഞു, നീയും കൂടെ ചേർന്ന് വേണം ആരതി ഒഴിയാന്. അതെ വർഷേ മോളെ, നീ ഇങ്ങ് വന്നേ, നീയും കൂടെ ചേർന്ന് ആരതി ഒഴിയണം. അതെന്തിനാ ഞാനും കൂടെ ചേർന്ന് ആരതി ഒഴിയുന്നത്? അത് പിന്നെ 2 പേര് മാത്രം ആരതി ഒഴിഞ്ഞാൽ പോരാ, 3 പേരും കൂടെ ചേർന്ന് വേണം ആരതി ഒഴിയാന്. അതങ്ങനെയാ, അതും കൊണ്ട് മോൾ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചപ്പോഴത്തേക്കും വർഷയ്ക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോഴാണ് വർഷ പറഞ്ഞത്, അത് പിന്നെ ഞാൻ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ ഇതൊക്കെ തലയിൽ കൂടെ വീഴും ഇളയച്ചൻ്റെ. അപ്പൊ പെട്ടെന്ന് ഇളയച്ചൻ പറഞ്ഞു, അയ്യോ എങ്കിൽ വേണ്ടാട്ടോ, വന്ന ഉടനെ എന്നെ തീ ഇടാനാണോ നോക്കുന്നത്? ആരതിയൊക്കെ എന്തിനാ ഒഴിയുന്നത്? അത് പിന്നെ ഇവിടുത്തെ ആചാരങ്ങളാ ഇതൊക്കെ ഇവിടുത്തെ ആചാരം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആര് പുതിയതായിട്ട് വന്നാലും ഇങ്ങനെയൊക്കെ ചെയ്ത അകത്ത് കയറ്റുന്നത്. അതേ ദൃഷ്ടിദോഷമൊക്കെ പോകാനും കൂടെ വേണ്ടിയാ എന്നൊക്കെ പറഞ്ഞപ്പം, ദൃഷ്ടിദോഷമോ അതോ? അങ്ങനെയൊക്കെ ദോഷമൊക്കെ ഉണ്ട്. അത് മലേഷ്യയിൽ വളർന്ന ഇളയച്ചൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ ഐ സി, ശരിയാ ഐ എം മലേഷ്യ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ വീണ്ടും 2-3 ഡയലോഗൊക്കെ ഇടാണ്. അങ്ങനെ നമ്മുടെ വർഷേനെ വീണ്ടും നിർബന്ധിച്ച് വിളിച്ചു വരുത്തി ചന്ദ്ര 3 പേരെ കൊണ്ടും കൂടി ഇങ്ങനെ ആരതി ഒഴിയിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇളയച്ചൻ ചോദിച്ചു, തീർന്നോ പരിപാടിയൊക്കെ? ഇളയച്ച ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു, ഇനി ബാ ഇവിടെ നിൽക്കണ്ട, അകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞപ്പം, ശരിയാണല്ലോ അല്ലേ, എങ്കിൽ പിന്നെ അകത്തേക്ക് പോകാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. അപ്പം മുമ്പിൽ എല്ലാവരും അങ്ങ് പോയി, പുറകിൽ നമ്മുടെ ഇളയച്ചനും അതുപോലെ ശ്രുതിയും മാത്രമേ ഉള്ളൂ. അപ്പം ചോദിച്ചു, നമ്മുടെ ബീരാനിക്ക ചോദിച്ചു, അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു മോളു, എൻ്റെ അഭിനയം കലക്കിയോ? എൻ്റെ പൊന്നോ, ഓവർ ആക്ടിങ് ചെയ്ത് കുളവാക്കരുത്. അല്ല മോളു, ക്യാമറയൊന്നും കാണുന്നില്ലല്ലോ, ക്യാമറയൊക്കെ പതിയെ വന്നോളൂ. അല്ല ജോഷി സാറിൻ്റെ ഫിലിമിലൊക്കെ അഭിനയിക്കാനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിൽട്ടപ്പൊക്കെ ഇട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. ഏതായാലും കൊള്ളായിരുന്നല്ലേ. എൻ്റെ ഇളയച്ചന് അഭിനയിച്ചോ, ഓവറാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്, ചളവാക്കരുത്, ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, സംശയം വല്ലതും തോന്നും, അങ്ങ് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ പോയി വീട്ടിൻ്റെ അവിടെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇളയച്ചൻ ചോദിച്ചു, അയ്യോ ഇതൊരു പഴയ വീടാണല്ലോ. ശോ, അല്ല ഇത് ഇപ്പം ആരുടെ വീടാ? അപ്പൊ അച്ഛമ്മ പറഞ്ഞു, അതെ ഇത് പഴയ വീട് തന്നെയാ, ഇത് പഴയ കാലത്ത് ഞങ്ങൾ പണി കഴിപ്പിച്ച ഞങ്ങളുടെ കുടുംബ വീടാ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, അതെ ഇത് കുടുംബ വീടാ, അതുകൊണ്ടാ ഇത്രയും പഴകിയിരിക്കുന്നത്. ഇത് പതുക്കെ ഒന്ന് പൊളിച്ച് പണിയണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, പൊളിക്കാനോ? നീ എന്താ പറയുന്നത്? അല്ലമ്മേ, ഈ പഴയ വീടായതുകൊണ്ട് പൊളിക്കാന്. അല്ല നീ പഴയതായി വല്ല ജെസിയും വന്ന് നിന്നെ പൊളിക്കാൻ പറഞ്ഞാൽ നീ സമ്മതിക്കുവോ? അത് പിന്നെ എൻ്റെ പൊന്ന് ചന്ദ്രൻ, നീ മിണ്ടാതിരുന്നോ? അതെ ഞാനൊരു കാര്യം പറയാം വർഷയുടെ ഇളയച്ച, ഇത് ഞങ്ങള് പഴയ വീടാണ്. ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഓരോ തലമുറയും വളർന്ന് ഇത്രവും വലുതായതും അതുപോലെ തന്നെ ഒത്തിരി തലമുറ ഉണ്ടായതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് കാത്തു സൂക്ഷിക്കുന്നത് ഞങ്ങളുടെ കോകിലം പോലെയാണ്, ഇത് അമ്പലം പോലെയാണ്, ഇത് എനിക്ക് അമ്പലത്തിന് തുല്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെ ഇത് അമ്പലത്തിന് തുല്യ, ഇവിടുത്തെ ദേവി ആരാണെന്നറിയാമോ? ഈ നിൽക്കുന്ന എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ, ഓ ദേവി, വട്ട് ഈസ് ദിസ് ദേവി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വീണ്ടും ഈ ഇംഗ്ലീഷൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്കാണെങ്കിൽ ചിരി വരികയാണ് കേട്ടോ. വർഷ ചോദിക്കുക, എന്താ ശ്രീകാന്ത് ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നീ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയാം. വർഷയുടെ സ്വഭാവം അനുസരിച്ച് വർഷ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുമല്ലോ. ഈ സമയത്താണ് നമ്മുടെ ഇളയച്ചൻ അവിടെ ഇരിക്കുന്നത്. ഇളയച്ചൻ ഇരുന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഏതായാലും ഞാൻ വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാ വന്നത്, വഴി നിറയെ കുണ്ടും കുഴികളും ഒക്കെ ആയിരുന്നു.
അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതിയല്ല വർഷ ചോദിച്ചു, അതിന് ഫ്ലൈറ്റിലല്ലേ ഇളയച്ചൻ വന്നത്, അപ്പൊ എങ്ങനെയാ കുണ്ടും കുഴിയും? അത് പിന്നെ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റിലാ വന്നത്, കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വണ്ടിക്കൊക്കെയാണല്ലോ വന്നത്, അവിടെ കുണ്ടും കുഴികളുമാന്ന് പറഞ്ഞതാ. ഓ ഓ ഓ അങ്ങനെയാണല്ലേ. അതെ 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 അതെ. ഓ ഇവിടുത്തെ വഴികളൊന്നും എനിക്ക് അത്രയ്ക്ക് ശീലമല്ല, എങ്കിലും അങ്ങ് പോട്ടെന്ന് വെച്ചു. അതെ, ഈ നിൽക്കുന്നതല്ലേ നിന്റെ ഭർത്താവ്? അതെ, ഇതാ സുധി, എന്റെ ഭർത്താവ്. ഫോട്ടോയിൽ ഞാൻ കണ്ടിരുന്നു. ഫോട്ടോയിൽ കണ്ടതിനേക്കാളും സുന്ദരനാട്ടോ, നേരിട്ട് കാണുമ്പോൾ നല്ല വെളുത്ത് തുടുത്ത് ചുമന്നിരിപ്പുണ്ടല്ലോ. അല്ല, നിന്റെ ഹസ്ബൻഡിന് എന്തായിരുന്നു ജോലി? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അത് പിന്നെ ഒരു കാർ ഷോറൂമിൽ അവനെ വർക്ക് ചെയ്യുക. കാർ ഷോറൂമിലോ? കാർ ഷോറൂമില്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി ഒന്ന് ചിരിച്ചത്. കാരണം കള്ളത്തരമാണല്ലോ അവിടുന്ന് പറയുന്നത്. അപ്പൊ ഇതിനിടയിൽ ഇളയച്ചൻ പറഞ്ഞു, പിന്നെ ഞാന് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ശ്രുതിയുടെ അച്ഛന് എൻ്റെ കയ്യിലേ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് മകൾക്ക് കൊടുക്കാൻ വേണ്ടി. പിന്നെ ശ്രുതിയുടെ അച്ഛൻ നേരിട്ട് വരുമ്പം ബാക്കി സാധനങ്ങളൊക്കെ തന്നോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, അത് പിന്നെ ശ്രുതിയുടെ അച്ഛന് വരത്തില്ലായിരുന്നോ? ശ്രുതിയുടെ അച്ഛന് ഇപ്പൊ എവിടെയാ, എന്തെടുക്ക? അയ്യോ, അച്ഛനോ? അച്ഛൻ മരിച്ചുപോയി. ബീഡി വലിച്ച് 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 അറ്റാക്ക് വന്ന അച്ഛൻ മരിച്ചുപോയത്. ശ്രുതിയുടെ അപ്പം അച്ഛനപ്പം മരിച്ചുപോയോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇളയച്ച എൻ്റെ അച്ഛൻ്റെ കാര്യമോ ചോദിച്ചത്, ഇളയച്ചൻ്റെ അച്ഛൻ്റെ കാര്യമല്ല. ഓ ഓ ഓ ഓ ഈ മോളൂട്ടിയുടെ അച്ഛൻ്റെ കാര്യമല്ലേ? മോളൂട്ടിയുടെ അച്ഛൻ അമേരിക്ക, ലണ്ടൻ, സ്വിറ്റ്സർലൻഡ് അങ്ങനെ ഇങ്ങനെ കുറേ രാജ്യങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര ബിസിനസ്സാണേ, ഭയങ്കര ബിസിയുവാ. അതുകൊണ്ടാ ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചത്. ഏതായാലും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ മോളൂട്ടിയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാ. ഏതായാലും കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ കൊള്ളാം. അപ്പൊ പെട്ടെന്ന് അച്ഛൻ ചോദിച്ചു, കഥയോ? എന്ത് കഥ? അല്ല, അത് പിന്നെ കട. എന്ത് കട? അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, കട എന്ന് ഉദ്ദേശിച്ചതേ ബിസിനസിന്റെ കാര്യമാ. ഓ ബിസിനസ്, ആയിക്കോട്ടെ. അതെ, ഒരു തട്ടെടുത്തോണ്ട് വരികയാണെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങൾ അതിനകത്ത് ഇടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിനെ ഓടിക്കാൻ തുടങ്ങാണ് ചന്ദ്ര. ഇടി രേവതി, പോയി തട്ടെടുത്തോണ്ട് വന്ന്, നീ എന്നാ നോക്കി നിൽക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി ഒരു കാര്യം ചെയ്തു, ഓടി തട്ടെടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിക്കിടി രേവതി എവിടെയെന്ന് നമ്മുടെ അച്ഛമ്മ പറയാം. അപ്പോഴേക്കും ചന്ദ്ര, അതെന്താ അങ്ങനെ പറഞ്ഞത്? നിന്റെ മരുമകളുടെ ഇളയച്ചൻ വന്നതിന് രേവതി ഇവിടെ കിടന്ന് മൂക്ക് കൊണ്ട് ഇക്ഷ എണ്ണ വരയ്ക്കാനാണോ നിന്റെ ഉദ്ദേശം? വരപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേരെ, മര്യാദയ്ക്ക് പോയി തട്ടെടുത്തോണ്ട് വരാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ പോയി എടുക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് പുറപുറത്തോണ്ട് നമ്മുടെ ചന്ദ്ര നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിലേക്ക് ചെന്നിട്ട് കോപ്പരിക്ക് കലി വരുന്നുണ്ട്. തട്ടെടുക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടു, അതും അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് 2 പാത്രമൊക്കെ എടുത്ത് നിരത്തിട്ടു. അപ്പൊ അച്ഛമ്മ ചോദിച്ചു, എന്താടി ചന്ദ്ര അവിടെ? അത് പിന്നെ ഒന്നുമില്ല, ഞാൻ തട്ട് നോക്കിയപ്പോഴേ താഴെ പോയതാ പാത്രം. താഴെ പോകും. അപ്പോഴത്തേക്കും തട്ടൊക്കെ ആയിട്ട് വരിക. അങ്ങനെ തട്ട് കൊണ്ടുവച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇളയച്ചൻ പറഞ്ഞു, അതെ, ശ്രുതിയുടെ അച്ഛൻ ഒരേ ഒരു നിർബന്ധമായിരുന്നു, മോളൂന്റെ അച്ഛന് എന്ത് ചെയ്താലും സമ്മതിക്കില്ല, ഇവിടെ ഓംപ്ലേറ്റ് കൊണ്ടുവരണം. അതെ, മോളുടെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി ഓംപ്ലേറ്റ് തന്നു വിട്ടിട്ടുണ്ട്. ഓംപ്ലേറ്റോ? അപ്പൊ വർഷ ചോദിച്ചു, ഓംപ്ലേറ്റോ? അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, ഓംപ്ലേറ്റോ? അതെന്താ? ശ്രുതി ചേച്ചിയുടെ അച്ഛൻ അങ്ങ് മലേഷ്യയിൽ നിന്ന് മുട്ട തന്നു വിട്ടു ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, അതും ശ്രുതിയേട്ടന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ രേവതിയൊക്കെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വർഷ പെട്ടെന്ന്, അയ്യോ അതുണ്ടല്ലോ, ഇളയച്ചൻ ഇങ്ങനെ എപ്പോഴും കോമഡി അടിക്കുന്നേ. ഇളയച്ചന് ഓംപ്ലേറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, ബ്രേസ്ലെറ്റ്. എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു ബ്രേസ്ലെറ്റ് കൊടുത്ത് വിട്ടെന്ന്. ഓ ഓ അത് തന്നെ ബ്രേസ്ലെറ്റ്. ഞാനിങ്ങനെ, എനിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണെന്നേ എല്ലാരും പറയാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശ അടിക്കും. നിങ്ങൾ ആരും എന്താ ചിരിക്കാത്തത്, അടിപൊളി തമാശയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇളയച്ചനും വിഷയം അങ്ങ് മാറ്റിയിടും. അങ്ങനെ ബ്രേസ്ലെറ്റ് ഒക്കെ കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ബ്രേസ്ലെറ്റ് ഒക്കെ വന്നല്ലോ, പിന്നെ പറയാനുണ്ടോ? അപ്പോഴത്തേക്കും ആണ് നമ്മുടെ സച്ചി വെളിയിൽ വരുന്നത്. സച്ചി വെളിയിൽ ഇങ്ങനെ കരിക്കൊക്കെ ഇടാൻ പോയിട്ട് വരിക. സച്ചി വെളിയിൽ വന്നപ്പോഴത്തേക്കും പുറത്തൊരു പുതിയ ചെരുപ്പ് കിടക്കാം. മഹേഷ് പറഞ്ഞു, അതെ, ഒരു പുതിയ ചെരുപ്പ് കിടപ്പുണ്ടല്ലോ. ഇളയച്ചൻ വന്നെന്നാ സച്ചി തോന്നുന്നത്. മിക്കവാറും ഇളയച്ചൻ വന്ന് കാണും, നമ്മൾ കാത്തിരുന്ന ആളിങ് എത്തിക്കാണും. നമുക്കത് അകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞ് ഇവർ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇളയച്ചനെ കണ്ടിട്ട് നമ്മുടെ സച്ചി ആകെ അന്തം വിട്ട് നിൽക്കുക. എല്ലാവരും പ്രതീക്ഷിച്ച ഒരാളല്ലല്ലോ വന്നിരിക്കുന്നത്. കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു കോമാളി ലുക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ? അപ്പം
നിങ്ങൾ കണ്ടില്ലല്ലേ, ഇന്ന് കണ്ടിട്ടില്ലല്ലേ സോറി. അപ്പോൾ ഒരു കോമാളി ലുക്ക് തന്നെയാണ്. ഞാൻ രാവിലെ പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇതിലങ്ങ് പറഞ്ഞു, നിങ്ങൾ കേട്ടതല്ലേ ഉള്ളൂ, ഇന്നത്തെ വിശേഷം കണ്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ചളി കോമാളി ലുക്കിലാണ് വന്ന് നിൽക്കുന്നത്. ഏതായാലും ഈ ലുക്ക് കണ്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിക്ക് ഏകദേശം ഇതെന്താ ഇത് എന്നുള്ള രീതിയിലാണ് സച്ചി നോക്കുന്നത്. അങ്ങനെ സച്ചി വന്നതും രവീന്ദ്രൻ പറയാണ്, അത് പിന്നെ ഇളയച്ച ഈ നിൽക്കുന്നത് സുധിയുടെ താഴെയുള്ള അനിയന എന്നിങ്ങനെ പറഞ്ഞപ്പം ഓ ഓ ഓ ഐ സി സച്ചി അല്ലേ, അല്ല എന്നോട് മോള് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു കുടിയനുണ്ടെന്ന്, ആ കള്ളുകുടിയനല്ലേ ഈ സച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടത് ദേഷ്യം വന്നു സച്ചിക്ക് ദേഷ്യം വരുന്നേക്കാൾ കൂടുതൽ ആർക്കായിരിക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കുക, നമ്മുടെ രേവതിക്ക്. രേവതി ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛമ്മ കള്ളുകുടിയനോ, ഏത് കള്ളുകുടിയൻ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അത് ഒരു ദിവസം സച്ചേട്ടൻ ഇങ്ങനെ കള്ളു കുടിച്ചോണ്ടൊക്കെ വന്നായിരുന്നു, ആ കാര്യം ഞാൻ പറഞ്ഞതാ എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പൊ സച്ചിനെ ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാണ് കേട്ടോ. എടാ അമ്പട കേമ നീ അപ്പം കള്ളും കുടിക്കുമല്ലേടാ എന്നുള്ള രീതിയിൽ. സച്ചിയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് രേവതി പറഞ്ഞു, അല്ല വർഷേ എന്നല്ല സോറി, അല്ല ശ്രുതി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നൊക്കെ എന്തിനാ ശ്രുതിയുടെ അച്ഛനോട് വിളിച്ച് പറഞ്ഞത്? അത് മോശമായി പോയില്ലേ? എൻ്റെ ഭർത്താവ് ഇനി കള്ളുകുടിയനാണെന്ന് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് സ്വാഭാവികമായിട്ടും, രേവതിക്ക് നല്ലൊരു ഭാര്യ, ഒരു നല്ല ഭാര്യ എന്ന നിലയിൽ ആർക്കാണെങ്കിലും ദേഷ്യം വരുമല്ലോ. അപ്പൊ അങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ്, മോളെ പോട്ടെ, ഈ വിഷയം ഇവിടെ വിട്, ഇത് സംസാരിക്കേണ്ടത് ശരിയാവില്ല സംസാരിച്ചാല്. അല്ല അച്ഛാ അങ്ങനെ പറയാൻ കൊള്ളുവോ? അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതെങ്കിൽ ശ്രുതി അംഗീകരിച്ചു തരുമോ? മോളെ പോട്ടെ, സാരമില്ല, അതൊരു അബദ്ധം പറ്റി അവള് പറഞ്ഞതല്ലേ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, ആ കേസൊക്കെ അങ്ങ് വിട്, അതൊക്കെ അങ്ങ് പോട്ടെ. പക്ഷെ ആ സ്ഥാനത്ത് നമ്മുടെ രേവതി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നറിയായിരുന്നെങ്കിൽ പിന്നെ പറയേണ്ട കേസില്ലായിരുന്നല്ലോ. പിന്നെ അങ്ങനെയൊക്കെ ആയി തീർന്നേനെ, അതൊരു വലിയ വഴക്കായി തീർന്നേനെ. ഏതായാലും ലാസ്റ്റ് നമ്മുടെ സച്ചി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ മാമനല്ല സോറി ഇളയച്ചനോട്. ഏതായാലും ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അടിപതറുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രുതി ചെറിയച്ഛനെ പിടിച്ചു നിർത്തുകയാണ്. ഏതായാലും അവിടെ നിന്ന് ഒരു വിധത്തിലാണ് ചെറിയച്ഛനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകുന്നത്, ഫ്രഷ് ആകാൻ വേണ്ടി. അപ്പം റൂമിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ്. അപ്പൊ റൂമിലേക്കൊക്കെ കൊണ്ടുപോയി ഇരുത്തി കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതിക്ക് ഒരു ആശ്വാസം വരുന്നത്. ശ്രുതി പറയുന്നുണ്ട്, ദേവി ഇത് നിങ്ങളുടെ വാ തുറക്കരുത്, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചോണം, അറിയാലോ നിങ്ങളുടെ വാ ഇങ്ങനെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കുളവാകും. അല്ല മോളെ ക്യാമറ ഒന്നും കണ്ടില്ലല്ലോ എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ, നിങ്ങളുടെ ഒരു ക്യാമറയൊക്കെ വന്നോളും, നിങ്ങൾക്ക് ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിക്കണമെങ്കിൽ ഞാൻ പറയുന്നൊക്കെ അതേപടി കേട്ടോണം, ഇല്ലെങ്കിൽ കാര്യം പോക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഇളയച്ചനെ വിളിച്ച് അകത്തേക്ക് പോകുന്നത്. ഏതായാലും ഒരു 1.5 ഇളയച്ചനാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ മാറി എന്ന് ചിന്തിക്കും, എൻ്റെ ഈശ്വരെ പെട്ടെന്ന് ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ മതിയായിരുന്നു, ഇളയച്ചനൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നായിപ്പോയി. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ പോകുന്നത് പൊങ്കലിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പൊങ്കലിന് വേണ്ടി നമ്മുടെ ശ്രുതിനെയും വർഷേനെയും ചന്ദ്രേനെയും ഒക്കെ കൊണ്ടാണ് പച്ചക്കറിയൊക്കെ അരിയിപ്പിക്കുന്നത് ആര്? അച്ചമ്മ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് രസകരമായ നിമിഷങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മുടെ ഇളയച്ചൻ നല്ല രീതിയിൽ പച്ചക്കറി കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇറച്ചി വെട്ടുകാരനാണല്ലോ, നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യാനൊക്കെ അറിയാം, അതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സച്ചിക്ക് സംശയം മൂത്തു വരുന്നുണ്ട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇനി നാളെ കാണാൻ പോകുന്ന വിശേഷം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ്. പിന്നെ നമ്മുടെ പുതിയ ചാനൽ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായതാണ് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇപ്പൊ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഒരെണ്ണത്തിനകത്ത് റിയൽ സ്റ്റോറി എന്നാണ് പേര്. റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ഫുൾ വിശേഷവും പ്രേമവിശേഷങ്ങളൊക്കെ ഇടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറി എന്ന ഒരു ചാനലിനകത്ത് നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളാണ് നമ്മൾ ഇടുന്നത്. ഇനിയിപ്പം ആർക്കെങ്കിലും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക. നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിൽ അതും കൂടെ ഇടാരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്കമിങ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന വിശേഷങ്ങളെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ച് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.